എൻ്റെ പേര് ഹാമിദ്. നമുക്കൊരു മൈൻഡ് എക്സ്പെരിമെന്റ് ചെയ്താലോ? എക്സ്പെരിമെന്റ് ആണ്, തോറ്റു കഴിഞ്ഞാൽ കളിയാക്കരുത്. ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പേരോ എന്ത് വേണമെങ്കിലും മനസ്സിൽ വെക്കാൻ പറ്റും. ഒബ്ജക്റ്റോ പേരോ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മനസ്സിൽ കരുതി ശരിയാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കരുതി കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പേനയാണെങ്കിൽ നമ്മൾ ആ പേനയുടെ രൂപമാണ് മനസ്സിൽ കരുതുക. അങ്ങനെ കാറാണെങ്കിൽ കാറിന്റെ രൂപം, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതുക. അപ്പൊ നീ കരുതുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ആ സാധനം എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഇമേജ് ആക്കണം. ഇമേജ് ആക്കണമെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പേപ്പറിൽ എഴുതുക, പേന നീങ്ങോട്ടായി നോട്ടായിട്ട് ഞാൻ എഴുതാം. ആ എഴുതിയിട്ട് ആ ഇമേജ് ഇയാള് മനസ്സിൽ കരുതും. ഇത് നോക്കടാ, എന്താ മനസ്സിലായി എന്നെ കാണിക്കുന്നു. ഡിലീറ്റ് ചെയ്തിട്ട് അതിന് മുമ്പ് ഞാൻ പറയാം, എഴുതി കഴിയുമ്പോ പറയാം. മാതിരി എഴുതാണ്ടോ? അത് ശരിക്കും നോക്കി ആ ഇമേജ് ആയിട്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. അതൊന്ന് ആ ഫോണിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. കിട്ടില്ല. കിട്ടി. ഡിലീറ്റ് ആക്കി ആ ഇമേജ് മുമ്പിലില്ലേ? എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാവാൻ ചാൻസ് ഒന്നുമില്ല. ഇയാളുടെ ജീവിതമായിട്ട് ആ എഴുതിയണേന് എന്തെങ്കിലും ബന്ധമാണ്? ഒരുപാട് ബന്ധമാണ്. എന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യണ ഒരു എന്തെങ്കിലും വേണം? കോംപ്ലിക്കേഷൻ ഇല്ല. എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയൊരു പേരാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാനും പറ്റിയൊരു പേരാണ്. ഒരു പേരാണ്, ഒബ്ജക്റ്റ് ഒന്നുമല്ല, ഒരു മനുഷ്യന്റെ പേരാണ്. ആ ഫോണിൽ കണ്ടതുപോലെ ഇവിടെ ഒന്നും പിന്നെ കേട്ടൊന്നും ഇങ്ങോട്ടാണ് അയക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടല്ല. 5 കൂടുതൽ ലെറ്റർ ഇല്ലേ ഇംഗ്ലീഷിൽ? 5 കൂടുതൽ ലെറ്ററുകളില്ല. ഇല്ല, 5 കൂടുതലില്ല ഇംഗ്ലീഷിൽ എഴുതുന്നത്. അപ്പം 5 ലെറ്ററാണോ? 5 ലെറ്ററാണ്. ഹാമിദ് അല്ല, മുഹമ്മദ് അല്ലേ? മുഹമ്മദിന് 7 ലെറ്റർ, MHAMM 8 ലെറ്റർ. മുഹമ്മദ് അല്ലായിരുന്നോ? ഓക്കെ.